ഹലോ, ഇന്നത്തെ വ്ളോഗ് ദാ ബോർഡിൽ കാണുന്ന പോലെ കള്ള് ഷാപ്പിലാണ്. ഞാൻ ഇന്നുള്ളത് ആലപ്പുഴയിലെ ഫേമസ് ആറ്റുമുഖം കള്ള് ഷാപ്പിലാണ്. സോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഷാപ്പിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ വേഗം അടുക്കളയിലേക്ക് ഇടിച്ചു കയറി. അവിടെ എല്ലാ ഐറ്റംസും ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ല പരിപാടിയാണ്. നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് നേരിട്ട് കണ്ട് നോക്കി ഓർഡർ ചെയ്യാം. ഇതിനിടയിൽ ഒരു കാര്യം കൂടി, ഞാൻ ഇടുന്ന കണ്ടന്റ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇവിടുത്തെ ഓരോ ഐറ്റംസും എന്തൊക്കെയാന്ന് നോക്കാം. ഇത് വറ്റത്തല, ഇത് വാളത്തല, ഇത് കാളാഞ്ചിത്തല, ഇത് നെയ്മീൻ തല, ഇത് കാളാഞ്ചിക്കറി, ഇത് വരാലു മപ്പാസ്, ഇത് കേരക്കറി, ഇത് വറ്റക്കറി, ഇത് മഞ്ഞക്കൂരി, ഇത് ആറ്റുവാള, ഇത് വരാല്, ഇത് താറാവ് കറി, ഇത് പൊടിമീൻ ഫ്രൈ, ഇത് ബീഫ് റോസ്റ്റ്, ഇത് പോത്തുവറ, ഇത് ബീഫ് ഫ്രൈ, ഇത് കല്ലുമേക്ക, ചെമ്മീൻ ഫ്രൈ, പള്ളത്തി ഫ്രൈ, കാരി ഫ്രൈ, ഇത് ബീഫ് ഫ്രൈ, ഇത് പന്നി, ഇത് കക്ക, പിന്നെ നീരാളിയുണ്ട്, ഈ കരിമീൻ ഫ്രൈ ഉണ്ട്, പൊള്ളിച്ചതുണ്ട്, പിന്നെ ഇത് മീൻ മുട്ട, ഇത് ചിക്കൻ ഉണത്ത്, ഇത് മുയൽ, ഇത് ബീഫ് ലിവർ, ഇത് ചെമ്മീൻ റോസ്റ്റ്, ഇത് താറാവ് റോസ്റ്റ്, ഇത് കൊഞ്ച് റോസ്റ്റ്, ഇത് പന്നി റോസ്റ്റ്, ഇത് നാടൻ കോഴി, ഇത് കായൽ ഞണ്ട്, ഇത് കടൽ ഞണ്ട്, ഇത് കാച്ചിലി ചേമ്പ്, ഇത് കപ്പ, ഇത് കുഴ. ഇത്രയും ഐറ്റംസിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പയും കേരക്കറിയും ഡക്ക് മപ്പാസും കള്ളപ്പവും പിന്നെ പൊള്ളിച്ച കരിമീനുമായിരുന്നു. ഇവിടെ ഓരോരുത്തർക്കും ഒരു ഫാമിലി റൂം പോലെ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഇവിടെ ഉള്ളൂ. അത് അടിപൊളി കാര്യം, നല്ല പ്രൈവസി ഉണ്ടാവുമല്ലോ. ആദ്യം ഞാൻ കപ്പ ട്രൈ ചെയ്യട്ടെ. കപ്പേൻ്റെ കൂടെ ആദ്യം കേരക്കറി എടുക്കും. നല്ല എരിവുണ്ടാ? കളറ് മാത്രമേ ഉള്ളൂ, വലിയ എരിവില്ല. സാധാരണ കള്ള് ഷാപ്പിലെ ഫുഡ് ഭയങ്കര എരിവായിരിക്കും, പക്ഷെ നല്ല ഫ്ലേവർ ഉണ്ട്. അടിപൊളി കേര. കരിമീനും കപ്പയും. കള്ളപ്പം എടുക്കുവാണ്. കള്ളപ്പവും താറാവ് മപ്പാസും. അടിപൊളി അടിപൊളി അടിപൊളി. നല്ല ഗ്രേവി, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തേ വൈകി, അതാ എനിക്കിപ്പോൾ തോന്നുന്നത് ഡക്ക് കഴിക്കാൻ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കുറേ ഐറ്റംസ് വാങ്ങാം, അപ്പോൾ എല്ലാം ട്രൈ ചെയ്യാമല്ലോ എന്ന്. ചെറിയ ചെറിയ പോർഷൻ എല്ലാം വാങ്ങിച്ചിട്ടുള്ളൂ, പക്ഷെ വയറ് ഫുള്ളാവുന്നു. അതുകൊണ്ട് ഇനിയും കുറേ സാധനങ്ങൾ കഴിക്കാൻ പറ്റുമോ അറിയില്ല. പക്ഷെ ഇപ്പോൾ ഇത്രയും കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഡക്ക് മപ്പാസ്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കേരക്കറി നല്ല ടേസ്റ്റ് ഉണ്ട്. കപ്പ തണുത്തത് കൊണ്ട് അത്ര ഒരു ടേസ്റ്റ് തോന്നില്ല, കുറച്ചും കൂടി ചൂട് വേണമായിരുന്നു. പിന്നെ കരിമീൻ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്, അത്രക്ക് ഇല്ല. വിചാരിച്ച അത്രയും ഒരു ടേസ്റ്റ് ഇല്ല. എന്തോ ഒരു ഉപ്പ് കുറവെല്ലാം ഫീൽ ചെയ്യുന്നു, ഭയങ്കര ടേസ്റ്റ് തോന്നുന്നില്ല. ബാക്കി ഈ രണ്ട് ഐറ്റംസും എല്ലാം അടിപൊളി. ഹലോ, എങ്ങനെയുണ്ട്? അടിപൊളി. ഏതാ ഏറ്റവും ഇഷ്ടമായി? ഇപ്പോൾ ഒന്ന് ഡക്ക് മപ്പാസ് തന്നെയാണ്. കാരണം നമ്മൾ ആ സാധനം കഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ ഇങ്ങനെ വരുന്നത്, അത് ഡക്ക് മപ്പാസ് ബെറ്റർ. വേറെ മുളകിട്ടത് കുറച്ച് തണിഞ്ഞുകൊണ്ട് കുറച്ചൊന്ന് വലിയ അടിപൊളിയാണ്. പക്ഷെ അതിന്റെ ഫ്ലേവറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഡക്ക് പറഞ്ഞ പോലെ ഇതുവരെ കഴിച്ചിട്ടുമില്ല. കരിമീനും ആക്ച്വലി എനക്കുപ്പ് കുറവായിട്ട് തോന്നുന്നില്ല. അതെയാ, ഇറ്റ്സ് ഗുഡ്. ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പറ്റുമെങ്കിൽ പൊറോട്ടയോ കപ്പയോ കള്ളപ്പോ ചപ്പാത്തിയോ എന്താന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്നതോ നല്ലത്. കാര്യം അത് തണുത്ത് പണ്ടാരടങ്ങി. കറി പിന്നെ അവരവിടെ ഡിസ്പ്ലേക്ക് എല്ലാവരും കാണിക്കണ്ടോണ്ട് വെച്ചോണ്ടാന്നെങ്കിൽ വിചാരിക്കാം. പക്ഷെ തണുത്ത കപ്പ കഴിക്കുന്നത് എന്തോ തലേന്നത്തെ ഒരു കപ്പ കഴിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അതല്ലാണ്ട് ഈ കഴിച്ച കറിയെല്ലാം അടിപൊളിയാണ്. ഡക്ക് മപ്പാസ് ബാക്കിയുണ്ട്. ഇനിയും കപ്പ ഓർഡർ ചെയ്യാൻ ഞാൻ മുതിർന്നില്ല.
അതുകൊണ്ട് അപ്പം ഓർഡർ ചെയ്തു. അപ്പത്തിൻ്റെ കൂടെ ഇനി കഴിക്കാന്ന് വെച്ച്. വളരെ അടിപൊളി. ഇത് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഞങ്ങൾ ബാക്കിയെല്ലാം ഓരോന്നായി ഫിനിഷ് ചെയ്തു. എല്ലാം കൂടി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കള്ളുഷാപ്പിലെ ഫുഡടി. ഞാൻ എന്തായാലും ആറ്റുമുഖം കള്ളുഷാപ്പ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഒരുപാട് വെറൈറ്റി സീ ഫുഡ് ആൻഡ് നോൺ സീ ഫുഡ് ഐറ്റംസും പിന്നെ നല്ല വൃത്തിയും നല്ല പാർക്കിംഗ് സ്പേസും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെയുള്ള ഒരു സ്പോട്ടാണിത്. സോ ആലപ്പുഴ വന്നാൽ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ആറ്റുമുഖം കള്ളുഷാപ്പ്. കുറച്ച് പേർക്കെങ്കിലും ഉള്ളൊരു ഡൗട്ടാണ് കള്ളുഷാപ്പിലെ ഫുഡ് നല്ല എക്സ്പെൻസീവ് ആണോ എന്നുള്ളത്. സോ ഞങ്ങൾക്ക് ഇവിടെ വന്ന ടോട്ടൽ ബില്ല് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.